കരുനാഗപ്പള്ളി ചുറ്റുമൂല മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പുതിയകാവ് ചക്കുവള്ളി റോഡിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 42.439 കോടിയാണ് നിർമ്മാണ ചെലവ്. പുതിയകാവ് ചക്കുവള്ളി റൂട്ടിൽ ചുറ്റുമൂല റെയിൽവേ ക്രോസിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് 2022 ഓഗസ്റ്റിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിൽ 2022 ഓഗസ്റ്റ് മാസം റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്പാനും അപ്രോച്ച് റോഡും ഉൾപ്പെടെ 583 മീറ്റർ നീളവും ഒരു വശം നടപ്പാതയോടുകൂടി 10.20 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുള്ളത്. 56 സ്വകാര്യ വ്യക്തികളിൽ നിന്ന് 10.25 കോടി ചെലവഴിച്ച ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലത്തിന്റെ റെയിൽവേ സ്പാൻ റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുന്നത്. സ്പാൻ ഒഴികെ 24.19 കോടി രൂപയാണ് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക. നിർമ്മാണം, വസ്തു ഏറ്റെടുക്കൽ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ 42.439 കോടി രൂപയാണ് ആകെ ചെലവ്. ചുറ്റുമൂല റെയിൽവേ ക്രോസ് ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ്. പശ്ചാത്തല വികസന മേഖലയിൽ മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം ഈ നാടാകുന്നത്. റോഡുകൾ, പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇതിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് 5-8 വർഷം BMNBC റോഡുകൾ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പൊ അത് 60% ആയി എന്ന സന്തോഷവും അറിയിക്കുക. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ, ദീപാചന്ദ്രൻ, വരുൺ ആലപ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസ തൈക്കൂട്ടത്തിൽ, റസീന അൻവർ, നാദിർ ഷായൻ, ഷാജി, അഡ്വക്കേറ്റ് KA ജവാദ്, P രാജു, AA ജബ്ബാർ, ആദിനാട് സൈനുദ്ദീൻ, RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി. 2 വർഷമാണ് പൂർത്തീകരണ കാലാവധി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മണ്ണുപരിശോധനയും തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.